ഹലോ ഫ്രണ്ട്സ്, കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ വളരെ സ്വാദിഷ്ടമായ ഒരു കോളിഫ്ലവറിൻ്റെ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടപ്പേ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടി കഴിയുമ്പോൾ 2 സവാള ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാകാൻ കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കൊടുക്കാം. കോളിഫ്ലവറിൻ്റെ കറി വളരെ രുചിയുള്ളതാണ്. ഇറച്ചിക്കറി പോലെ ഉള്ള രുചിയാണ് അതിന്. നമുക്ക് ചപ്പാത്തി കഴിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുന്നതിന് ശേഷം നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയെല്ലാം മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 ടൊമാറ്റോ ഞാൻ അരച്ച് വെച്ചിരുന്നു, അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോളിഫ്ലവർ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഡയബറ്റീസ് ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ്. അതിനകത്ത് വിറ്റാമിൻ സി, ഫൈബേഴ്സ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നല്ല പച്ചക്കറിയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് തൈര് ഉടച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കുട്ടികൾക്ക് പോലും ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കറിയാണ്. 10 മിനിറ്റ് നേരം കഴിഞ്ഞ് മസാലയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് ആ മസാല ഒക്കെ ഇപ്പോഴും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരുന്ന ആ കോളിഫ്ലവർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മസാല എല്ലായിടവും യോജിപ്പിക്കത്തക്ക രീതിയിൽ ഇളക്കി നമുക്ക് സ്വല്പം ചൂടുവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് വേവാൻ വേണ്ടി നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് നല്ല പാകത്തിന് അത് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് മല്ലിയില ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ കണ്ടതിന് താങ്ക് യു. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം.